പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ ചാനൽ 24 ഏഷ്യാനെറ്റ് കേബിൾ വിഷനിൽ ചാനൽ നമ്പർ 131 ലഭ്യമാണ്. എടോ, ഇനി എന്താടോ ആലോചിക്കാനുള്ളത്? എല്ലാം നമുക്കൊക്കെ നഷ്ടപ്പെട്ടില്ലേ? എന്റെ മോനാണെങ്കിൽ ഒരു ചോദ്യം പോലെ എന്റെ മുന്നിൽ കിടക്കുക. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു നിശ്ചയവുമില്ല. ഇനിയിപ്പോ തോമസ് വൈദ്യനൊക്കെ കൊണ്ടുപോകണമെന്ന് വിചാരിക്കുക. എന്നാലും രക്ഷ കിട്ടുമെന്നറിയില്ല. നമ്മൾ മൊത്തത്തിൽ തകർന്നു പോയല്ലോ വാമേട്ടാ. ആ തകർച്ചയിൽ നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ കണ്ണനും മഹാലക്ഷ്മിയും ഈ ലോകത്തുനിന്ന് യാത്ര പറഞ്ഞു പോകണവടോ. അതിനുവേണ്ടി ഒരുപാട് തവണ നമ്മൾ ശ്രമിച്ചതല്ലേ വാമേട്ടാ? എന്നിട്ട് അതെല്ലാം നമ്മളെ തിരിഞ്ഞു കൂത്തല്ലായിരുന്നോ? എടോ, തന്റെ ആയുധം തന്റെ ലോറിയാണ്. ആ ആയുധം കൊണ്ട് താൻ വിശ്വനാഥനെ മാത്രമല്ല മറ്റു പലരെയും അപകടത്തിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് താൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒരു കാലത്തല്ലേ മാമേട്ടാ? ഒരു 10-12 വർഷമായിട്ട് അവന് ഒരു പണിയില്ലാണ്ട് കിടക്കുക. അങ്ങനെ പണിയില്ലാതെ കിടന്നാൽ തന്റെ ലോറി തുരുമ്പിച്ചു പോകില്ലേടോ. അതുകൊണ്ട് അതിന് പണി ഉണ്ടാക്കണം. എടോ, മഹാലക്ഷ്മിയും കണ്ണനും ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ഒരു ദിവസം താൻ ലോറിയിൽ പാഞ്ഞു പോകണമോടോ അവരുടെ പിന്നാലെ. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഒരിക്കലും അതിന് ശ്രമിച്ചതാ, പക്ഷെ വിധി അകന്നുപോയി. അന്ന് താനല്ലല്ലോ വണ്ടി ഡ്രൈവ് ചെയ്തത്. താൻ പോയാലേ കാര്യങ്ങൾ ശരിയാവും. അന്ന് ആ ആക്സിഡന്റിൽ പെട്ടത് മേഘനായിരുന്നു. അങ്ങനെ ഒരു അബദ്ധം ഇനി സംഭവിക്കാതിരിക്കാൻ താൻ തന്നെ ലോറി ഡ്രൈവ് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്റെ മോളുടെ കണ്ണീര് കണ്ടു നിൽക്കാൻ എനിക്ക് വയ്യ വാമേട്ടാ. അവക്ക് ആത്മഹത്യ ചെയ്യണമെന്നുള്ള തോന്നലൊക്കെ ഉണ്ട് ഇപ്പോ. എങ്ങനെ കാണാതിരിക്കോടൂ? വലിയ വലിയ സ്വപ്നങ്ങളുമായിട്ടാണ് അവൾ ഉണ്ണിയുടെ ഭാര്യയായിട്ട് കമലേശ്വരത്തേക്ക് വന്നത്. എന്നിട്ട് അവളുടെ സ്വപ്നങ്ങളൊന്നും നടന്നില്ലെന്ന് മാത്രമല്ല, മഹാലക്ഷ്മി വളർന്ന് പടർന്ന് പന്തലിക്കുന്നത് തന്റെ മോൾക്ക് കാണേണ്ടി വന്നു. അതേതെങ്കിലും പെൺകുട്ടികൾക്ക് സഹിക്കാൻ പറ്റുന്നതാണോടോ പ്രതാപ? ഇല്ല, സഹിക്കാൻ പറ്റില്ല. അപ്പോ ഇനി ചിന്തിച്ച സമയങ്ങളായിരുന്നില്ല. എന്റെ മുത്ത ഞാൻ വളയം പിടിക്കുന്ന ലോറി അവരെന്നെ ചതിക്കില്ലെന്നാ എന്റെ വിശ്വാസം. അങ്ങനെ ഒരു വിശ്വാസം തനിക്കുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് നടക്കണം. എല്ലാ കുടുംബത്തിനും ശാന്തിയും സമാധാനവും കിട്ടാൻ കണ്ണനും മഹാലക്ഷ്മിയും ഈ ഭൂമിയിൽ നിന്ന് ഒഴിഞ്ഞു പോകണവടോ. അത് ഞാൻ ഏറ്റുവാമേട്ടാ, ഏറ്റു. സുഖമാണോടാ മോനെ? എടാ മോനെ, ഇടയ്ക്ക് നിന്നെ വെച്ച് ഞാനൊരു കളി കളിക്കാൻ ശ്രമിച്ചതാ. പക്ഷേ അന്ന് വളയം പിടിച്ചത് ഞാനല്ല. അതുകൊണ്ട് കാര്യങ്ങളൊന്നും അനുകൂലമായിട്ട് വരാതിരുന്നത്. എന്നാൽ ഞാൻ ഇനി ആ പതിവ് മാറ്റുന്നില്ല. ഞാൻ തന്നെ നിന്റെ വളയം പിടിക്കാൻ പോവാ. അതാണ് നിനക്കിഷ്ടമെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ ആഗ്രഹം നീ സാധിച്ചു തന്നേക്കണടാ.